number of protons, electrons and neutrons in a species are equal to 17, 18 and 18 respectively. 18. അതായത് number of protons എന്ന് പറയുന്നത് 18 ആണ്. 17 number of electron എന്ന് പറയുന്നത് 18 ആണ്. Then അടുത്ത number of neutronsും 18 ആണ്. number of neutronsും എത്രയാണ്? 18 ആണ്. അങ്ങനെയാണെങ്കിൽ ഏതാണ് കോമ്പൗണ്ട് എന്നാണ്, ഏതാണ് എലമെന്റ് എന്ന് ചോദിച്ചിരിക്കുന്നത്. ഒരു ക്ലൂ ഉണ്ട്, Cl ആണ് 17 വരുന്നത്. വേറെ സിമ്പിൾ ആണ്. നമ്പർ ഓഫ് പ്രോട്ടോൺ ആണ് ആറ്റോമിക് നമ്പർ 17. കണ്ടോ, 17 ആണ് ആറ്റോമിക് നമ്പർ. മാസ് നമ്പർ എന്ന് പറയുന്നത് പ്രോട്ടോണിന്റെയും പിന്നെയോ ന്യൂട്രോണിന്റെയും എണ്ണമാണ്. അപ്പൊ 17 പ്ലസ് 18 ഈക്വൽ ടു 35 ആണ്. 35 ആണ്. അപ്പോ ആറ്റോമിക് നമ്പറും മാസ് നമ്പറും കിട്ടി. അപ്പൊ എഴുതാം നമുക്ക്. Cl ആണ് ആള്, 17 35 എന്ന് കിട്ടണം, 35. ഇനിയോ ഈ ഇലക്ട്രോണിന്റെ നോക്കിയ 18 ആണ് എന്ന് വെച്ചാൽ ഇതിനേക്കാൾ ഒന്ന് കൂടുതൽ. അപ്പൊ ഇതൊരു മൈനസ്, എക്സ്ട്രാ ഒരു മൈനസ് ചാർജ്. അപ്പൊ 17 Cl 35 മൈനസ് എന്നായിരിക്കും ആൻസർ. അപ്പൊ അതായത് 17 35 Cl മൈനസ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ 2 ആണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ 2 ആണ് ആൻസർ വരുന്നത്. മനസ്സിലായത്? മാസ് നമ്പർ 17 18, ന്യൂട്രോൺ പ്ലസ് പ്രോട്ടോൺ 35, പിന്നെയോ ആറ്റോമിക് നമ്പർ 17. കണ്ട, അപ്പോ ഇനിയോ 18 ഇലക്ട്രോൺ ഉള്ള കാരണം ഇതിനേക്കാൾ ഒരു ചാർജ് കൂടുതലായിരിക്കും, -1. കണ്ട, ഇതാണ് ആൻസർ. ഓക്കെ, then give any two postulates of Rutherford nuclear model of atom. Nuclear model of atom ത്തിന്റെ ഏതെങ്കിലും രണ്ട് പോസ്റ്റുലേറ്റ് പറയാം. ഞാൻ 6 നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ക്ലിയർ? എങ്ങനെയാ? ഒന്ന് എന്താണ്? In an atom there is a region at which the entire mass and positive charge are concentrated. It is called nucleus. First one. Size of the nucleus is very very small as compared to size of the atom. Second one. ഇനിയോ ന്യൂട്രോൺ ആൻഡ് പ്രോട്ടോൺ കോൺസ്റ്റിറ്റ്യൂട്ട് ന്യൂക്ലിയസ്. ന്യൂട്രോണും പ്രോട്ടോണും ചേരുന്നതാണ് ന്യൂക്ലിയസ്. ഇനിയോ അടുത്ത എന്താണ്? നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആർ ഇലക്ട്രോൺസ് ആർ റിവോൾവ് അറൌണ്ട് ദ ന്യൂക്ലിയസ് ഇൻ സർട്ടൻ സർക്കുലർ പാത്സ് കോൾഡ് ഓർബിറ്റ്സ്. അടുത്തത് ഇനിയോ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആർ ഈക്വൽ, സോ ആറ്റം ഈസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ. ദെൻ അടുത്ത എന്താ? മോസ്റ്റ് ഓഫ് ദി സ്പേസ് ഇൻ ആൻ ആറ്റം ഈസ് എംപ്റ്റി. ഇത്രയുമാണ് ഏതാ പോസ്റ്റേറ്റ്, ഏതെങ്കിലും രണ്ടെണ്ണം എഴുതുക. ഓക്കെ, റൈറ്റ് ദി 2 മെയിൻ ഡ്രോബാക്സ് ഓഫ് റുദർഫോർഡ് ആറ്റോമിക് മോഡൽ. ഇപ്പൊ ക്വസ്റ്റ്യൻ 4ാമത്തെ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണത്. ഏതാ രണ്ട് ഡ്രോബാക്ക് ഏതൊക്കെ? ഇറ്റ് കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദി സ്റ്റെബിലിറ്റി ഓഫ് ആറ്റം, ഇറ്റ് കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദി സ്പെക്ട്ര പ്രൊഡ്യൂസ്ഡ് ബൈ ആറ്റംസ്. ഓക്കെ, write the subshell wise electronic configuration of the following elements. കോപ്പറിന്റെയും ക്രോമിയത്തിന്റെയും കോൺഫിഗറേഷൻ എഴുതാനാണ്. Give reason for the extra stability of these atoms. കോപ്പർ ആണെങ്കിൽ കോപ്പർ ആറ്റോമിക് നമ്പർ 29 ആണ്. എഴുതുമ്പോൾ 1s2 2s2 2p6 3s2 3p6 4s1 3d10 എന്നാണ് കോൺഫിഗറേഷൻ. 4s1 3d10 എന്നാണ് കോൺഫിഗറേഷൻ. ശരിക്കും 4s2 3d9 ആണ് വരേണ്ടത്. പക്ഷേ D10 വരുമ്പോൾ എന്ത് ചെയ്യുന്നു? എക്സ്ട്രാ സ്റ്റെബിലിറ്റി കിട്ടുന്നു. D10 കോൺഫിഗറേഷൻ ഗീവ്സ് കേട്ടാ. D10 കോൺഫിഗറേഷൻ ബ്രാക്കറ്റില് കംപ്ലീറ്റ്ലി ഫിൽഡ്. ക്ലിയർ? കംപ്ലീറ്റ്ലി ഫിൽഡ് ഡി സബ്ഷെൽ. ഡി സബ്ഷെല്ലില് കംപ്ലീറ്റ്ലി ഫിൽഡ് വരുമ്പോൾ ക്ലിയർ ഗീവ് എക്സ്ട്രാ സ്റ്റെബിലിറ്റി. എന്ത് ചെയ്യുന്നു? എക്സ്ട്രാ സ്റ്റെബിലിറ്റി കിട്ടുന്നു. ക്ലിയർ? എക്സ്ട്രാ സ്റ്റെബിലിറ്റി കിട്ടുന്നു. ക്ലിയർ? ഇതിന്റെ റീസൺ എന്താ? രണ്ടിന്റെ റീസൺ ഒന്ന് തന്നെയാണ്, അത് പറയാം. അപ്പൊ ആദ്യം D10 കോൺഫിഗറേഷൻ കംപ്ലീറ്റ്ലി ഫിൽഡ് ഡി സബ്ഷെൽ ഗീവ് എക്സ്ട്രാ സ്റ്റെബിലിറ്റി എന്ന് ആദ്യം പഠിക്കുക. ക്ലിയർ? അതുപോലെ ക്രോമിയം ആറ്റോമിക് നമ്പർ 24 ആണ്. 1s2 2s2 2p6 3s2 3p6 4s1 3d10 എന്ന് വരും. സോറി 3d5 എന്ന് വരും. 4s1 3d5 എന്നാണ് വരുന്നത്. ശരിക്കും 4s2 3d4 ആ വരേണ്ടത്, പക്ഷെ 4s1 3d5 വരുന്നു. ഇതും ഇതുപോലെ തന്നെയാണ്. D5 കോൺഫിഗറേഷൻ. ക്ലിയർ? D5 കോൺഫിഗറേഷൻ ആണ്. അത് കംപ്ലീറ്റ്ലി അല്ല, ഹാഫ് ഫിൽഡ് ആണ്. ക്ലിയർ? ഹാഫ് ഫിൽഡ് ഡി സബ്ഷൻ.
ഡി സബ്ഷനില് ഹാഫ് ഫിൽഡ് ആയിട്ട് വരും. ക്ലിയർ? അത് എന്ത് ചെയ്യുന്നു? ഗീവ് എക്സ്ട്രാ സ്റ്റെബിലിറ്റി. ഗീവ് എക്സ്ട്രാ സ്റ്റെബിലിറ്റി എന്നാണ് ഇവിടെ ആൻസർ പറയുന്നത്. ക്ലിയർ? ഇനി എക്സ്ട്രാ സ്റ്റെബിലിറ്റിയുടെ റീസൺ എന്താന്ന് ചോദിച്ചാലോ, രണ്ട് റീസൺ ആണുള്ളത്. ഒന്ന് സിമെട്രിയാണ്. ഒന്നാമത്തെ എന്താണ്? സിമെട്രി. സിമെട്രി എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരുപോലെ. D10 എന്ന് പറഞ്ഞാൽ എല്ലാ 5 ഡി ഓർബിറ്റിലും 2 2 2 2 വെച്ച്. ഇനി D5 എന്ന് പറഞ്ഞാലോ എല്ലാ ഡി ഓർബിറ്റിലും 1 1 1 1 വെച്ച്. ക്ലിയർ? അപ്പൊ ഒന്ന് സിമെട്രിയാണ്. രണ്ടാമത്തത് ഹൈ എക്സ്ചേഞ്ച് എനർജി എന്നാണ്. ഹൈ എക്സ്ചേഞ്ച് എനർജി. ക്ലിയർ? എക്സ്ചേഞ്ച് എനർജി ഹൈ ആണ്. അതായത് ഒരു ഓർബിറ്റിൽ നിന്ന് അടുത്ത ഓർബിറ്റിലേക്ക് ഇലക്ട്രോൺ ചാടാനുള്ള എനർജിയാണ് എക്സ്ചേഞ്ച് എനർജി. ആ എക്സ്ചേഞ്ച് എനർജി ഹൈ ആണ് ഇതില് ഈ D5ലും D10ലും. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് എന്താണ് അവർ എക്സ്ട്രാ സ്റ്റേബിൾ ആണ്. ക്ലിയർ? അതാണ് എന്റെ റീസൺ. ക്ലിയർ? സിമെട്രിയും എന്താണ് ഹൈ എക്സ്ചേഞ്ച് എനർജിയുമാണ് കാരണം. ഓക്കെ. ദെൻ കനാൽ റേസ് വേർ ഡിസ്കവേർഡ്. നമുക്ക് ഇതില്ല, നമ്മുടെ ഫോക്കസ് പോയിന്റ് ഇല്ല. കനാൽ റേസ് എന്ന് പറഞ്ഞാൽ എന്താ? ആനോഡ് റേസ് ആണ്. ഈ ആനോഡ് റേസിന്റെ ഏതെങ്കിലും രണ്ട് ക്യാരക്ടർ പറയാനാണ് പറയുന്നത്. സിമ്പിൾ ആണ്. ആനോഡ് റേസ് എന്ന് പറയുന്നത് എന്താ? പോസിറ്റീവ്ലി ചാർജ് പാർട്ടിക്കിൾസ് ആണ് ഒന്ന്. പിന്നെയോ അവര് സ്ട്രെയിറ്റ് ലൈനിലാണ് ട്രാവൽ ചെയ്യുന്നത്. പിന്നെയോ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൽ ചേഞ്ചുകൾ ഉണ്ടാക്കുന്നു. E/M റേഷ്യോ ഡിഫറന്റ് ആണ്. നാലിനായില്ലേ? ചോദിച്ചാൽ പറയുക. ചോദിക്കാൻ സാധ്യത കുറവാണ്. അടുത്തത്, a microscope with suitable photons is employed to locate an electron in an atom. Clear? ഒരു മൈക്രോസ്കോപ്പ് with suitable photons is employed to locate an electron in an atom. എന്ന് വെച്ചാൽ ഇലക്ട്രോണിനെ കണ്ടുപിടിക്കാൻ നമുക്കൊരു സൂട്ടബിൾ മൈക്രോസ്കോപ്പ് ഉപയോഗിക്കാം, ലൈറ്റ് ഉപയോഗിച്ചുള്ള. ക്ലിയർ? Within a distance of 0.4 angstrom, what is uncertainty involved in the measurement of its velocity? Clear? അതായത് അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ തന്നിട്ടുണ്ട്. ക്ലിയർ? ഡിസ്റ്റൻസ് പൊസിഷൻ ആണ് 0.4 ആങ്സ്ട്രോം ആണ് അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ. അൺസർട്ടനിറ്റി ഇൻ വെലോസിറ്റി എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് അവിടെ നമ്മൾ മെഷർ ചെയ്തപ്പോൾ വ്യത്യാസം വന്നിരിക്കുന്നത് 0.4 ആങ്സ്ട്രോം ആണ് അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ. ക്ലിയർ? അപ്പോ അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ ആണ് തന്നിരിക്കുന്നത് ഡെൽറ്റ എക്സ്. ഡെൽറ്റ എക്സ് ഈക്വൽ ടു എത്രയാണ്? 0.4 ആങ്സ്ട്രോം ആണ്. അങ്ങനെയാണെങ്കിൽ അൺസർട്ടനിറ്റി ഇൻ വെലോസിറ്റി ഡെൽറ്റ വി എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. ഉണ്ടാവും ക്വസ്റ്റ്യൻ കാഴ്ചയ്ക്ക് സിമ്പിൾ ആണ്, പെട്ടെന്ന് മനസ്സിലാവില്ലാന്ന് പറഞ്ഞു. ക്ലിയർ? അപ്പോ അൺസർട്ടനിറ്റി ഇൻ വെലോസിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അക്കോർഡിംഗ് ടു ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ഡെൽറ്റ എക്സ് ഇൻടു ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു h/4πm എന്നാണ്. ഡെൽറ്റ എക്സ് ടു ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു h/4πm എന്നാണ്. ക്ലിയർ? ഇനിയോ ഡെൽറ്റ എക്സ് 0.4 ആങ്സ്ട്രോം ആണ്. ഡെൽറ്റ എക്സ് ഈക്വൽ ടു 0.4 ആങ്സ്ട്രോം. അതായത് 0.4 ഇൻറ്റു 10⁻⁻10 മീറ്റർ എന്ന് കിട്ടും. ക്ലിയർ? ഡെൽറ്റ എക്സ് എത്രയാണ്? 0.4 10⁻10 മീറ്റർ എന്നാണ്. Then delta V is equal to h/4πm delta x എന്നാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. h ന്റെ വാല്യൂ 6 പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്. 6.626 into 10⁻34 divided by 4 into pi യുടെ വാല്യൂ 3.14 ആണ് into mass of electron 9.1 into 10⁻31 kilogram ആണ്. Then delta x എന്ന് പറയുന്നത് എത്രയാ? ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് തന്നിട്ടുണ്ട് എത്രയാ? 0.4 ഇൻറ്റു 10⁻10 മീറ്റർ എന്ന് കിട്ടിയിരിക്കുന്നു. 0.4 ഇൻറ്റു 10⁻10 മീറ്റർ എന്ന് കിട്ടിയിരിക്കുന്നു. കാരണം ഇവിടെ ഇലക്ട്രോൺ എന്ന് പറഞ്ഞിട്ടുണ്ട്, അതാണ് ഇലക്ട്രോണിന്റെ മാസ് എടുത്തിരിക്കുന്നത്. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ ഈ ഇത് ബാക്കി ചെയ്തോണം. 6.626 by 4 into 3.14 into 9.1 into 0.4 ഇത്രയും ചെയ്യണം. ഞാൻ എന്ത് ചെയ്യുന്നു? അതിന്റെ പവർ കറക്റ്റ് ആക്കി തരാം. ശ്രദ്ധിക്കുക. 10⁻34 ഉണ്ട് ഇൻറ്റു 10⁻31 മുകളിൽ വരുമ്പോൾ 31 ആകുന്നു ഇൻറ്റു 10⁻10 മേളിൽ വരുമ്പോൾ 10 ആകുന്നു. ഈ -10 ആക്കണം, കാരണം മീറ്ററിലേക്ക് കൊണ്ടുവരണം. കാരണം ആൻസർ എന്തിനാണ്? ഇവിടെ ജൂളിലാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് മീറ്ററിലേക്ക് ആൻസറത്തെ മാറ്റിക്കൊള്ളണം. മനസ്സിലായില്ലത്? കാരണം ഇത് ഏതാ? എച്ചിന്റെ വാല്യൂ 6.626 10⁻34 ജൂൾ ആണ്. ക്ലിയർ? അപ്പോ അവിടെ മീറ്ററിലേക്ക് വന്നാലേ ചെയ്യാൻ പറ്റുള്ളൂ. ആൻസറത്തിനെ മീറ്ററിലേക്ക് മാറ്റണം. ഓക്കെ.
ഇനി എന്ത് വരും? ഈക്വൽ ടു ഡാഷ് ഇൻറ്റു 10⁻² -34 -31 ഒരു -3 ബാക്കി വരും. 10 - 3 എന്ന് പറയുമ്പോൾ 7 വരും. 10⁻7 കിട്ടും. അത്രയും ഡെൽറ്റ വി ആണ് മീറ്റർ എന്ന് കിട്ടും. ഡാഷ് ഇൻറ്റു 10⁻7 മീറ്റർ ന്യൂമറിക്കൽസ് നിങ്ങൾ ചെയ്യണം കേട്ടോ. മനസ്സിലായില്ലത്? ഇതുപോലെയാണ് ഏതാ അൺസർട്ടനിറ്റി വെലോസിറ്റി കണ്ടുപിടിക്കുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In the photoelectric effect experiments, certain soft metals are exposed to light of particular frequency. അതായത് ചില സോഫ്റ്റ് മെറ്റലിന്റെ സർഫസിലേക്ക് എന്ത് ചെയ്യുന്നു? ലൈറ്റ് വന്നിരിക്കുകയാണ്. Write any two observations of the photoelectric effect experiment. Photoelectric effect experimentലെ ഏതെങ്കിലും രണ്ട് ഒബ്സർവേഷൻസ് എഴുതുക. ക്ലിയർ? ആ എക്സ്പെരിമെന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇങ്ങനെയായിരുന്നു. വാക്വം ബൾബില് ഏതെങ്കിലും ഒരു സോഫ്റ്റ് മെറ്റൽ, അതായത് നമ്മുടെ ആൽക്കലി മെറ്റൽ ഏതെങ്കിലും വെക്കുക. സീഷ്യം, പൊട്ടാസ്യം, സോഡിയം ഏതെങ്കിലും വെക്കുക. ഇതിലേക്ക് സ്ട്രോങ് ബീം ഓഫ് ലൈറ്റ് വന്നിരിക്കട്ടെ. ഈ സ്ട്രോങ് ബീം ഓഫ് ലൈറ്റ് വന്നിരിക്കുമ്പോൾ ഇതിന് എന്ത് ചെയ്തു? ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്തു. ക്ലിയർ? ഇതാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്. ഇനി ഇവിടെ കണ്ട ഒബ്സർവേഷൻസ് ആണ്, ഹെഡ്സ് കണ്ട ഒബ്സർവേഷൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ക്ലിയർ? ഒന്നാമത്തെ ഒബ്സർവേഷൻ ഇതാണ്. When light falls on the surface of the metal, there is no time lag for the emission of electrons. ഇലക്ട്രോൺ എമിറ്റ് ചെയ്യുന്നതിന് യാതൊരു ടൈം ലാഗും ഇല്ല. എന്ന് വെച്ചാൽ ഇടിക്കുന്നു, എമിറ്റ് ചെയ്യുന്നു. ലൈറ്റ് ഇടിക്കുന്നു, ഇലക്ട്രോൺ എമിറ്റ് ചെയ്യുന്നു. ക്ലിയർ? അപ്പൊ ഒന്നാമത്തെ ഒബ്സർവേഷൻ എന്താണ്? there is no time lag. Clear? There is no time lag between striking of light in the ED, striking of light and emission of electrons. Clear? Emission of electrons. ഇലക്ട്രോണിന്റെ എമിഷനും കേട്ടോ, ഇലക്ട്രോണിന്റെ എമിഷനും അതുപോലെ എന്താണ് ലൈറ്റ് വന്നിടിക്കുന്നതിനും ലൈറ്റ് വന്നിടിച്ച് ഇലക്ട്രോൺ എമിറ്റ് ചെയ്യുന്നതിന് യാതൊരു ടൈം ലാഗും ഇല്ലാന്ന്. ലൈറ്റ് ഇടിച്ചിട്ട് 5 മിനിറ്റ് ശേഷമല്ല ഇലക്ട്രോൺ എമിറ്റ് ചെയ്യുന്നത്, സഡൻലി ഇലക്ട്രോൺസ് എന്ത് ചെയ്യാണ്? എമിറ്റ് ചെയ്യാണ്. ഇതാണ് ഒന്നാമത്തെ ഒബ്സർവേഷൻ. ക്ലിയർ? രണ്ടാമത്തത്, ഇവിടെ ഇടിക്കുന്ന ഇലക്ട്രോണിന്റെ എണ്ണം, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എമിറ്റഡ്. ക്ലിയർ? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എമിറ്റഡ് എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോണിന്റെ എണ്ണം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി ഇന്റൻസിറ്റി ഓഫ് റേഡിയേഷൻ. ആ റേഡിയേഷന്റെ ഇന്റൻസിറ്റി. ക്ലിയർ? എത്ര ബ്രൈറ്റ്നസ് ഉണ്ടോ ആ ബ്രൈറ്റ്നസ് കൂടിയ ലൈറ്റ് വന്നാൽ കൂടുതൽ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യും. ക്ലിയർ? അപ്പൊ ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എമിറ്റഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി ഇന്റൻസിറ്റി ഓഫ് റേഡിയേഷൻ. ഇതാണ് രണ്ടാമത്തെ ഒബ്സർവേഷൻ. നമ്മളോട് രണ്ട് ഒബ്സർവേഷൻ ചോദിച്ചിട്ടുള്ളൂ. നമുക്ക് ഒരു ഒബ്സർവേഷൻ കൂടെ എഴുതാം. ക്ലിയർ? മൂന്നാമത്തെ ഒബ്സർവേഷൻ. ക്ലിയർ? there is a frequency of light below a particular frequency. There is no photoelectric emission takes place. ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയോട് ലൈറ്റ് ഇല്ല എങ്കിൽ ഇവിടെ എന്ത് ചെയ്യില്ല? ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യില്ല. ക്ലിയർ? that particular frequency is called threshold frequency. ക്ലിയർ? അപ്പൊ എന്താണ്? there is a frequency of light below a particular frequency. Clear? Below a particular frequency. ഒരു particular frequency. Clear? Particular frequency ഉദ്ദേശിക്കുന്നത് threshold frequency ആണ്. Below a particular frequency ബ്രാക്കറ്റിൽ എന്ത് എഴുതാം? µ0 ആണ്. µ0 എന്താണ്? threshold frequency ആണ്. Clear? threshold frequency ഉള്ള ആളായിരിക്കണം. Clear? threshold frequency, there is no photoelectric effect takes place. Clear? There is no photoelectric effect takes place. Clear? അതായത് ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി അല്ലെങ്കിൽ ത്രഷോൾഡ് ഫ്രീക്വൻസി ഇല്ലാത്ത ലൈറ്റ് ആണ് വരുന്നതെങ്കിൽ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് നടക്കുന്നില്ല. ഇന്റൻസിറ്റി എത്ര ഉണ്ടായാലും ഒരു ഡെഫിനിറ്റ് എമൗണ്ട് ഓഫ് ഫ്രീക്വൻസി ഉണ്ടെങ്കിലേ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് ഉണ്ടാവുള്ളൂ. ആ ഡെഫിനിറ്റ് എമൗണ്ട് ഓഫ് ഫ്രീക്വൻസിയുടെ പേരാണ് ത്രഷോൾഡ് ഫ്രീക്വൻസി. ഇതാണ് അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ ഒബ്സർവേഷൻ. നാലാമത്തെ ഒബ്സർവേഷൻ ഇതാണ്. കൈനറ്റിക് എനർജി ഓഫ് ഫോട്ടോ ഇലക്ട്രോൺ. ഫോട്ടോ ഇലക്ട്രോൺ തെറിച്ചു പോകുന്ന ഇലക്ട്രോൺ ഇല്ലേ, ഈ ഇലക്ട്രോൺ. Kinetic energy of photoelectron is directly proportional to the frequency of incident radiation. അതായത് വന്നിരിക്കുന്ന ലൈറ്റിന്റെ ഫ്രീക്വൻസിക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും ഏതാ?
കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. ഈ 4 ഒബ്സർവേഷൻസ് ആണ് അറിഞ്ഞിരിക്കേണ്ടത്. ഒന്ന് എന്താ, there is no time lag between striking of light and the emission of electrons. ലൈറ്റ് വന്നിരിക്കുന്നതും ഇലക്ട്രോൺ എമിറ്റ് ചെയ്യുന്നതിനും തമ്മിൽ യാതൊരു ടൈം ലാഗും ഇല്ല. എന്ന് വെച്ചാൽ ഇടിക്കുക അപ്പൊ തന്നെ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു, എമിറ്റ് ചെയ്യുന്നു. രണ്ടാമത്, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എമിറ്റഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി ഇന്റൻസിറ്റി ഓഫ് റേഡിയേഷൻ. എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോണുകളുടെ എണ്ണവും ഇന്റൻസിറ്റിയും ഡയറക്റ്റ് പ്രൊപ്പോർഷണൽ ആണ്. ബ്രൈറ്റ്നസ് കൂടിയ ലൈറ്റ് വരുമ്പോൾ കൂടുതൽ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യും. അടുത്തത്, there is a frequency of light below a particular frequency. അതായത് ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ താഴെയുള്ള ഫ്രീക്വൻസി ഉള്ള ലൈറ്റ് വന്നാൽ ആ പർട്ടിക്കുലർ ഫ്രീക്വൻസി എന്താണ്, ത്രെഷോൾഡ് ഫ്രീക്വൻസിയാണ്. there is no photoelectric emission takes place. there is no photoelectric effect takes place. photoelectric effect എന്തില്ല, നടക്കില്ല. ക്ലിയർ? അതാണ് അടുത്ത പോയിന്റ്. then last one, kinetic energy of photoelectron is directly proportional to frequency of radiation. ക്ലിയർ? ഇതാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിന്റെ 4 ഒബ്സർവേഷൻസ്. ഓക്കെ, then അടുത്തത്, there are some rules governing the filling of electrons in orbitals. State and explain Hund's rule of maximum multiplicity. മൂന്നാമതാണ് ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഹൺസ് റൂൾ പറയുന്നതാണ് എന്താ, in the case of orbitals having same energy, electrons are singly occupied first, then paired. Clear? എക്സാമ്പിൾ ആയിട്ട് പി എഴുതുക. പിയിലെ 3 ഓർബിറ്റ് വരയ്ക്കുക. 1 2 3 then 4. ഓക്കെ, ക്വാണ്ടം നമ്പേഴ്സ് യൂസ് ദി അഡ്രസ് ഓഫ് ഇലക്ട്രോൺസ്. എക്സ്പ്ലെയിൻ ദ ക്വാണ്ടം നമ്പർ വിച്ച് ഡിറ്റർമൈൻസ്. ഏത് ക്വാണ്ടം നമ്പർ എന്ത് ഡിറ്റർമൈൻ ചെയ്യുന്നത്, ഡിസ്റ്റൻസ് ഓഫ് ഇലക്ട്രോൺ ഫ്രം ദി ന്യൂക്ലിയസ്. ഇത് ന്യൂക്ലിയസ് ആണെങ്കിൽ ഈ ന്യൂക്ലിയസിന്റെ ഇലക്ട്രോണുകൾ ഇങ്ങനെ ഓരോ മെയിൻ എനർജി ലെവലിലായിട്ടാണ് കിടക്കുന്നത്. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ ഇത് മെയിൻ എനർജി ലെവലുകളാണ്. n = 1 ആണിത്, n = 2 ആണ്, n = 3 ആണ്. അതായത് ഈ മെയിൻ എനർജി ലെവൽ വലുതായി പോകുന്തോറും ഇലക്ട്രോൺ ന്യൂക്ലിയസിൽ നിന്ന് അകന്നകന്ന് പോവാണ്. ക്ലിയർ? അപ്പോ ഈ ഡിസ്റ്റൻസ് ഓഫ് ഇലക്ട്രോൺ ഫ്രം ദ ന്യൂക്ലിയസ് നിശ്ചയിക്കുന്ന ആരാ, n ആണ്. അതായത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആണ്. ക്ലിയർ? എന്താണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആണ്? ഏതാ, ഇലക്ട്രോണിന്റെ ഡിസ്റ്റൻസ് തീരുമാനിക്കുന്നത്. ക്ലിയർ? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ n ആണ് സംഭവം. അതായത് when n value of increases, distance of electron increases. n-ന്റെ വാല്യൂ കൂടുന്തോറും ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിൽ നിന്ന് അകന്നകന്നു പോകും. ഓക്കെ, അടുത്ത, the orbital angular moment of electron. orbital angular moment of electron, angular momentum ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത് തന്നെ ഏതാ, അസിമുത്തൽ ക്വാണ്ടം നമ്പർ ആണ്. ക്ലിയർ? അസിമുത്തൽ ക്വാണ്ടം നമ്പറിനെ വിളിക്കുന്ന പേരാണ് ആംഗുലർ മൊമെന്റം ക്വാണ്ടം നമ്പർ. ക്ലിയർ? ആംഗുലർ മൊമെന്റം ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് MVR ആണ്, ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് L into L+1 h/2π എന്നാണ് ആംഗുലർ മൊമെന്റം കാണാനുള്ള ഇക്വേഷൻ. റൂട്ട് ഓഫ് L into L+1 h/2π എന്നാണ് ഓർബിറ്റൽ ആംഗുലർ മൊമെന്റം കാണാനുള്ള ഇക്വേഷൻ. അപ്പോ അസിമുത്തൽ ക്വാണ്ടം നമ്പർ ആണ് ഏതാ, രണ്ടാമത്തെ ആൻസർ ഓർബിറ്റൽ ആംഗുലർ മൊമെന്റം കാണാനുള്ള ആൻസർ. ഇനി ഡിസ്റ്റൻസോ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആണ്. മനസ്സിലായില്ലേത്? ഇത് രണ്ടുമാണ് ആൻസർ. 3 മാർക്കായിരുന്നു കേട്ടോ. Then അടുത്തത്, റൈറ്റ് ദി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ക്രോമിയം. ക്രോമിയത്തിന്റെ അറിയാം ഏതാ, ക്രോമിയം 24 ആണ്. 4s1 3d5 എന്ന് അവസാനിക്കും. ആദ്യം പഠിച്ചതാണ് കേട്ടോ. ഫൈൻഡ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദി സബ്സ്റ്റൻസ് വിത്ത് അസിമുത്തൽ ക്വാണ്ടം നമ്പർ L = 2. ഈ L = 2 എന്ന് പറയുന്ന ഏതാ സബ്ഷെല്ലില് എത്ര എന്തുണ്ട്, സബ്ഷെല്ല് നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, എത്ര ഇലക്ട്രോൺസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ L = 2 എന്ന് പറയുമ്പോൾ m-ന്റെ വാല്യൂ നോക്കാട്ടോ. m = -2 -1 0 1 2. അതായത് 5 ഓർബിറ്റൽസ് ആണുള്ളത്. ക്ലിയർ? 5 ഓർബിറ്റൽസ് ഉണ്ട്. ഇത് ഏതാ, D ആണ് കേട്ടോ. L = 2 എന്ന ഏതാണ്, D സബ്ഷെല്ലാണ്. അപ്പൊ 5 ഓർബിറ്റൽസ് ആണുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും, 5 × 2 = 10. 10 ഇലക്ട്രോൺസ് ആണ് D സബ്ഷെൽ ഉൾക്കൊള്ളാവുന്നത്. സിമ്പിൾ അല്ലേ? ഇങ്ങനെയാണ് ആൻസർ ചെയ്യുന്നത്. ഓക്കെ, അടുത്ത, റെപ്രസെന്റ് ഓർബിറ്റ് വിത്ത് ക്വാണ്ടം നമ്പർ n = 1 L = 0. സിമ്പിൾ ആണ്. n = 1 1, L = 0 എന്നാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് S സബ്ഷെല്ലാണത്. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ ആൻസർ 1s എന്നാണ് കേട്ടോ. ഏതാണത്, 1s ആണ് ആ ഓർബിറ്റ്. Okay, then give the mathematical representation of Heisenberg's uncertainty principle and its one important significance. ഹൈസൻബർഗിന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ആണ്. നമ്മൾ അത് വെച്ച് പ്രോബ്ലം ഒക്കെ ചെയ്തു.
ഇങ്ങനെയാണ് ഈ ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ബൈ 4π എന്നാണ്. എച്ച് ബൈ 4π എന്നാണ് ആരുടെ ഹൈസൻബർഗിന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ. ഇത്ര എഴുതി വെച്ചാൽ പോരാ. ഇനി ഡെൽറ്റ എക്സ് എന്താണെന്ന് എഴുതണം. ഡെൽറ്റ എക്സ് എന്താ? അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ. ക്ലിയർ? അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ ആണ്. പൊസിഷനിലുള്ള അൺസർട്ടനിറ്റി ആണ്. then delta p equal to uncertainty, സെയിം തന്നെ അൺസർട്ടനിറ്റി ഇൻ മൊമെന്റം എന്നാണ്. മൊമെന്റത്തിലുള്ള അൺസർട്ടനിറ്റി ആണ് ഡെൽറ്റ പി എന്ന് പറയുന്നത്. എച്ച് എന്ന് പറയുന്നത് അതും എഴുതി വെക്കണം, പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ് കേട്ടോ. എച്ച് എന്താണ്? പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ് എച്ച് എന്ന് പറയുന്നത്. ക്ലിയർ? ഇത്ര എഴുതി വെച്ചാൽ പകുതി മാർക്കായി. ഇനി ഇതിന്റെ ഇമ്പോർട്ടന്റ് സിഗ്നിഫിക്കൻസ് എന്താ? കൺസെപ്റ്റ് ഓഫ് ഓർബിറ്റൽസ്. എന്താണ്? കൺസെപ്റ്റ് ഓഫ് ഓർബിറ്റൽസ് ആണ്. കൺസെപ്റ്റ് ഓഫ് ഓർബിറ്റൽസ് ആണ് ഇതിന്റെ ഇമ്പോർട്ടന്റ് സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. അതായത് ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്ന 3 dimensional region around the nucleus ആണ് ഓർബിറ്റൽ. ക്ലിയർ? കൺസെപ്റ്റ് ഓഫ് ഓർബിറ്റൽസ് അതായത് 3 dimensional region around the nucleus. Region around the nucleus. Region around വേണ്ട, the 3 dimensional region in the atom in which electrons revolve. In which electrons revolve. ഇലക്ട്രോണുകൾ റിവോൾവ് ചെയ്യുന്ന 3 dimensional ആയിട്ട് ഓർബിറ്റൽസിലൂടെയാണെന്ന് ഇതിന്റെ ഏതാണ് ഇമ്പോർട്ടന്റ് സിഗ്നിഫിക്കൻസ് ആണ്. ക്ലിയർ? ഈ ഹൈസൻബർഗിന്റെ പ്രിൻസിപ്പിളിൽ നിന്നാണ് നമ്മുടെ ഓർബിറ്റൽസ് എന്നുള്ള കൺസെപ്റ്റിലേക്ക് വരുന്നത്. ക്ലിയർ? എന്താണ്? 3 dimensional region in the atom in which electrons revolve. ഇലക്ട്രോണുകൾ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്ന 3 dimensional ആയിട്ടുള്ള റീജിയൻ ആണ് ഏതാ? ഓർബിറ്റൽസ് എന്ന് പറയുന്നത്. ക്ലിയർ? അതായത് മാക്സിമം പ്രോബിലിറ്റി ഓഫ് ഫൈൻഡിങ് ഇലക്ട്രോൺ. ദാറ്റ് ഈസ് കൺസെപ്റ്റ് ഓഫ് ഓർബിറ്റൽസ്. ഇതാണ് ഇമ്പോർട്ടന്റ് സിഗ്നിഫിക്കൻസ്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇതാണ് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ആൻഡ് സിഗ്നിഫിക്കൻസ്. ഓക്കെ, ദെൻ അടുത്തത് റൈറ്റ് ദി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ക്രോമിയം. ഇപ്പൊ നമ്മൾ എഴുതിയുള്ളൂ. ക്രോമിയത്തിന്റെ ആറ്റോമിക് നമ്പർ 24 ആണ്. 1s2, 2s2, 2p6, 3s2, 3p6, then 4s1, 3d5 എന്നാണ് കേട്ടോ. 4s1, 3d5 ആണ്. ഡ്രോ ദി ഷേപ്സ് ഓഫ് s and p ഓർബിറ്റൽസ്. നമ്മൾ വരച്ചതാണ്. s ഓർബിറ്റൽ സ്ഫെറിക്കൽ 1s ഉം 2s ഉം വരച്ചു. ഇനി അതുപോലെ px, py, pz അത് മൂന്നും വരയ്ക്കുക. 2 മാർക്കാണ്. ഓക്കെ, then അടുത്തത് which of the following transition of electron in the hydrogen atom will emit maximum energy? ഏറ്റവും കൂടുതൽ എനർജി ഏത് ട്രാൻസിഷനിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. n5 n4, n4 n3, n3 n2. എങ്ങനെ കണ്ടുപിടിക്കുക എന്ന് പറയാം. ശ്രദ്ധിച്ചോ, എനർജി ഓഫ് ഇലക്ട്രോൺ കാണാനുള്ള ഇക്വേഷൻ ഇങ്ങനെയാണ്. En equal to -13.6 by n square electron volt എന്നാണ്. -13.6 by n square electron volt ആണ് എനർജി ഓഫ് nth ഓർബിറ്റൽ. അപ്പൊ ഇവിടെ 5 ഉണ്ട്, 4 ഉണ്ട്, 3 ഉണ്ട്, 2 ഉണ്ട്. കണ്ടോ? അതെല്ലാം കണ്ടുപിടിക്കണം. ആദ്യം E5 കണ്ടുപിടിക്കാം. E5 equal to -13.6 by 5 സ്ക്വയർ ആയി. -13.6 by 5 സ്ക്വയർ ആയി ഈക്വൽ ടു -13.6 by 25 ആയി 25 ആയി. ഈക്വൽ ടു എത്ര കിട്ടുന്നത്? മൈനസ് ആണ്, 0 ആവും. 5 വരും, 5, 125 ആയി. ബാക്കി എത്ര ഉണ്ട്? 11 ഉണ്ട്. 110 4 0.54 ഇലക്ട്രോൺ വോൾട്ട് കൊടുക്കാം. -0.54 ഇലക്ട്രോൺ വോൾട്ട് കൊടുക്കാം. E4 നോക്കാം. ഇനി E4 ഈക്വൽ ടു -13.6 by 4 സ്ക്വയർ ആണ്. -13.6 by 16 കിട്ടി. ക്ലിയർ? 16 ആണ്. -0 തന്നെ വന്നിരിക്കുന്നു. 136 ആണ്. 16 5 80 16 96 7 6 42 7 1 7 4 11 8 6 48 8 8 8 പ്രാവശ്യം പോയിന്റ് -0.8 നീട്ടി. 8 × 6 48 128 ആയി. 128 8 ആണ് വന്നത് 80. 0.85 ഇലക്ട്രോൺ വോൾട്ട് കിട്ടി. -0.85 ഇലക്ട്രോൺ വോൾട്ട് കിട്ടി. ഇനി അടുത്ത എന്താ? E4 ഉം E5 ആണ്. അപ്പോ E5 മൈനസ് E4 എത്രയാന്ന് നോക്കുക. ഈക്വൽ ടു ഡിഫറൻസ് ആട്ടോ. E5 മൈനസ് E4 ആ ഡിഫറൻസ് എത്രയാന്ന് നോക്കുക.
നോക്കി കഴിയുമ്പോൾ ഈ 5 എത്രയാ -0.54 -0.85 എന്ന് കിട്ടും. അതായത് -0.54 പ്ലസ് 0.85 എന്നായി. എത്ര കിട്ടി? 4 1 5 5 3 8 0.31 വോൾട്ട് എന്നാണ്. 31 ഇലക്ട്രോൺ വോൾട്ട് കിട്ടും. 0.31 ഇലക്ട്രോൺ വോൾട്ട് കിട്ടും. ഏതാ? E4 ഉം E5 തമ്മിലുള്ള ഡിഫറൻസ്. അതായത് 5 ൽ 4ലേക്കുള്ള ട്രാൻസിഷന്റെ വ്യത്യാസം. കണ്ടല്ലോ, ഇത്രയുമാണ് E5 ഉം E4 ഉം തമ്മിലുള്ള ഡിഫറൻസ് കിട്ടുന്നത്. അത്ര എനർജിയാണ് പുറന്തള്ളിയത്. ക്ലിയർ? അടുത്ത് ഇനി E4 ഇവിടെ അറിയാം. ഇനി E3 കണ്ടാൽ മതി. E3 ഈക്വൽ ടു E3 എന്ന് പറയുമ്പോൾ -13.6/3² ആണ്. 9 അങ്ങനെ എഴുതാം. ഈക്വൽ ടു -1 പോയിന്റ് ഉണ്ട്. ഇനി 9 4 46 I9 45 5 നൽകി മതി. അത്രയും ഇലക്ട്രോൺ വോൾട്ട് എന്നായി. ദെൻ അടുത്ത സ്റ്റെപ്പ് E4 മൈനസ് E3 കാണുക. കണ്ടോ, 4 ന്ന് 3ലേക്ക് എന്നല്ലേ? E4 മൈനസ് E3 കാണുക. അപ്പൊ E4 എന്ന് പറയുമ്പോൾ എത്രയായി? -0.85 -1.5 ഈക്വൽ ടു -0.85 പ്ലസ് 1.5 എന്നായി. എത്ര കിട്ടി? 8 7 15 അല്ലെ? 1.5 ഉം 0.85 ആണ്. 5 9 6 15 0.65 0.65 ഇലക്ട്രോൺ വോൾട്ട് ആയി. 0.65 ഇലക്ട്രോൺ വോൾട്ട് കിട്ടി. ഓക്കെ. ദെൻ N3 N2 ആണ്. N3 അവിടെ E3 കിട്ടി. ദെൻ E2 ആണ്. ക്ലിയർ? E2 നോക്കുമ്പോൾ -13.6/2² ആണ്. 4 കിട്ടി. എത്ര വന്നു? 4 വരുമ്പോൾ -3 3 പോയിന്റ് ആയി. 4 -3.4 കിട്ടി. ഓക്കെ, -3.4 ഇലക്ട്രോൺ വോൾട്ട് എന്നാണ് ഏത് കിട്ടുന്നത്? E2 കിട്ടുന്നത്. ഇനി E3 മൈനസ് E2 കാണണം. ക്ലിയർ? Then E3 minus E2 is equal to E3 യുടെ വാല്യൂ എത്രയാ? -1.5 -3.4 എത്ര വരും? +3.4 കിട്ടി. ക്ലിയർ? ഈക്വൽ ടു എത്രയാ? 1.9 ഇലക്ട്രോൺ വോൾട്ട്. 1.9 ഇലക്ട്രോൺ വോൾട്ട്. ക്ലിയർ? അപ്പൊ 1.9 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുമ്പോൾ എത്രയായി? ഹൈ വാല്യൂ ആയില്ലേ? ഇവിടെ 0.31, ഇവിടെ 0.65, ഇവിടെ 1.9. അപ്പൊ ഏറ്റവും വലുത് ഏതാ? 1.9 എന്നാണ്. ക്ലിയർ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഏറ്റവും വലിയ ട്രാൻസിഷൻ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എനർജി പുറത്തുവിടുന്ന ട്രാൻസിഷൻ ഏതാ? 3 ആണ്. ക്ലിയർ? N3 ൽ നിന്ന് N2ലേക്ക് വരുന്നതാണ്. കേട്ടോ, 4 അല്ല 3 ആണ്. N3 ൽ നിന്ന് N2ലേക്ക് വരുന്ന ട്രാൻസിഷൻ ആണ് ഏറ്റവും കൂടുതൽ എനർജി ലിബറേറ്റ് ചെയ്യുന്നത്. എങ്ങനെ കണ്ടുപിടിച്ചത് മനസ്സിലായില്ലേ? അതായത് ഇക്വേഷനിലാണ് En -13.6/n² എന്ന് കൊടുക്കുക. E5 കാണുക, E4 കാണുക. E5 മൈനസ് E4 കണ്ടാൽ അതിന്റെ ഡിഫറൻസ് ആയി 0.31 കിട്ടി. അടുത്ത് E4 കാണുക, E3 കാണുക. E4 മൈനസ് E3 കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ഡിഫറൻസ് 0.65 എന്നായി. ദെൻ E2 കാണുക, E3 മൈനസ് E2 നോക്കുമ്പോൾ 1.9 എന്ന് കിട്ടും. കണ്ടോ? അപ്പോ ഇതാണ് ഏറ്റവും വലിയ വാല്യൂ വരുന്നത്. സെയിം അല്ല, 3 ആണ് ആൻസർ. ക്ലിയർ? ഇതാണ് സംഭവം. ഓക്കെ, ഇങ്ങനെയാണ് ഡിഫറൻസ് എനർജി കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ എനർജി ഈ കൂട്ടത്തില് N3 ന്ന് N2ലേക്കാണ്. ഏറ്റവും അതിലും വരുന്നുണ്ട്. ഏതാ? N2 ന്ന് N1ലേക്ക്. അതാണ് ഏറ്റവും വലിയ എനർജി. മനസ്സിലായില്ലത്? ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ദെൻ അടുത്തത് using SPD notation describe the orbitals with the following set of quantum numbers. ഈ തന്നിരിക്കുന്ന S, P, D ഉപയോഗിച്ചുകൊണ്ട് ഈ എയും ബിയുടെയും ഏതാണ് റെപ്രസെന്റ് ചെയ്യാനാണ്. സിമ്പിൾ ആണ്. ഇപ്പൊ നിങ്ങൾ എല്ലാം പഠിച്ചു കഴിഞ്ഞു. എ എന്ന് പറയുന്നത് n=4 ആണ്. l=1 വന്നാൽ അറിയാലോ P ആണ്. ക്ലിയർ? അപ്പൊ ഇത് 4P ആണ്. ബി n=3 ആണ്. l=2 വന്നാൽ അറിയാലോ D ആണ്. കണ്ടോ? അപ്പൊ ഇത് ഏതാ? 3D ആണ്. ഉണ്ടല്ലോ, സിമ്പിൾ ആണ്. കേട്ടോ, 2 മാർക്ക് ഈസി ആയിട്ട്. ഓക്കെ, ദെൻ അടുത്തത് draw the boundary surface diagrams of any 4 3D orbital. 4 ആക്കണ്ട, 5 5 വരച്ചേക്കാം നമുക്ക്. കണ്ട, D ഓർബിറ്റിൽ 5 എണ്ണ ഉള്ളത്. ക്ലിയർ? 5D ന് ആദ്യം DXY എന്ന് കൊടുക്കും. DXY എന്ന് കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിന് X നും ഇത് Y എന്ന് കൊടുക്കണം. D ഡബിൾ ഡംബൽ ആണ്. അപ്പൊ ആ 2 ഡംബൽ ഇങ്ങനെ വരും. കണ്ട, ഇതാണ് DXY. ദെൻ രണ്ടാമത്തെ D എന്ന് പറയുമ്പോൾ DYZ എന്നാണ് പേര്. DYZ. അപ്പൊ ഇതിന് നമ്മൾ Y കൊടുക്കണം, ഇതിന് Z കൊടുക്കണം.
കണ്ട. ഇനി എന്ത് ചെയ്യണം? ഇങ്ങനെ ഡബിൾ ഇങ്ങനെ വരയ്ക്കണം. കണ്ട. ഇനി ഇവിടെ എക്സ് വന്നിട്ടില്ല, എക്സ് ഇവിടെ ഇങ്ങനെ കൊടുക്കുക. കണ്ട, ഇതായിരിക്കും എക്സ്. ഇവിടെ ഇത് വന്നിട്ടില്ല, ഇവിടെ വൈയും ഇസഡും വന്നിട്ടില്ല, ഇവിടെ എക്സും വൈയും വന്നിട്ട് ഇവിടെ ഇസഡ് കേട്ടോ. ഇവിടെ വൈയും ഇസഡും വന്നിട്ടുണ്ട്, ഇത് എക്സ്. കണ്ട, ഇങ്ങനെയാണ് കൊടുക്കുന്നത്. ഇനി മൂന്നാമത്തെ ആള് നോക്കാം. മൂന്നാമത്തെ ആള് എക്സ് ഇസഡ് എന്ന പേര്, ഡി എക്സ് ഇസഡ്. അപ്പൊ ഇത് എക്സ് കൊടുക്കണം, ഇത് ഇസഡ് കൊടുക്കണം. എന്നിട്ട് ഏതാ ഡബിൾ ഡംബൽ, രണ്ട് ഡംബൽ അപ്പുറം ഇപ്പുറം വരയ്ക്കണം. ഇനിയോ വൈനെ ഇങ്ങനെ കൊടുക്കണം. ഇതാണ് വൈ. അല്ല എക്സ് ഇസഡ്, ഇത് എക്സും ഇത് ഇസഡുമാണ്, ഇത് വൈ. അടുത്ത് ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആണ്. അടുത്തതിന്റെ പേരെന്താണ്? ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. അപ്പൊ എന്ത് ചെയ്യണം? ഇത് എക്സ് കൊടുക്കണം, ഇത് വൈ കൊടുക്കണം. എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്നുള്ളത് ആക്സിസിലായിരിക്കും. കണ്ടാ, ഇങ്ങനെ കൊടുക്കണം. എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആയി. അപ്പൊ ഇസഡ് എവിടെയാ? ഇസഡ് ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങനെ നിൽക്കണം. കണ്ടോ, ഇസഡ്. ലാസ്റ്റ് വൺ ഡി ഇസഡ് സ്ക്വയർ ആണ്. ഇസഡ് സ്ക്വയർ ആകുമ്പോൾ ഈ ആക്സിസിൽ ഇസഡ് കൊടുക്കണം. ഇവിടെ എന്ത് ചെയ്യണം? എക്സ് കൊടുക്കണം. ഇങ്ങനെ വരും. എന്നിട്ടോ ഇതിന് നടുക്ക് ഒരു ഡിസ്ക് കൂടി വരച്ചാൽ ഡി ഇസഡ് സ്ക്വയർ ആയി. ഇതൊരു ഡിസ്ക് ആണ് കേട്ടോ. നമ്മുടെ സി ഡി പോലുള്ള ഒരു ഡിസ്ക് ആണിത്. അതായത് രണ്ടാമത്തെ ഓർബിറ്റ് ചുരുങ്ങി ഡിസ്ക് ആയിട്ട് മാറും. ഓക്കെ. ഇനിയോ ഇങ്ങനെ അടുത്ത് നമ്മുടെ ഏതാ പെർപെൻഡിക്കുലർ ആയിട്ട് വൈ കൊടുക്കണം. കണ്ടോ, ഇതായിരിക്കും 5 ഡി. അപ്പൊ ഡി എക്സ് വൈ എന്ന് ശ്രദ്ധിക്കുമ്പോൾ എക്സ് വൈ ആക്സിനെ മെയിൻ ആയിട്ട് കൊടുത്ത് ഇസഡ് ഇങ്ങനെ കൊടുക്കണം. അടുത്ത ഡി വൈ ഇസഡ്, വൈയും ഇസഡും മെയിൻ ആക്സ് ആയിട്ട് പെർപെൻഡിക്കുലർ എക്സ് കൊടുക്കണം. ദെൻ ഡി എക്സ് ഇസഡ് എന്ന് പറയുമ്പോൾ എക്സും ഇസഡും മെയിൻ ആക്സും വൈ പെർപെൻഡിക്കുലർ ആയിരിക്കണം. ദെൻ ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ, എക്സും വൈയും മെയിൻ ആക്സ്, ആ മെയിൻ ആക്സിസിലാണ് ഡബിൾ അതിന് പെർപെൻഡിക്കുലർ ഇസഡ്. ദെൻ ഡി ഇസഡ് സ്ക്വയർ, ലാസ്റ്റിന്റെ പേര് ഡി ഇസഡ് സ്ക്വയർ എന്നാണ്. അപ്പോ ഇസഡ് ആക്സിസ് വൈയുടെ സാധാരണ വൈ കൊടുക്കാറുള്ളത് ഇസഡ് കൊടുക്കണം. അവിടെ ഒരു ഡബൽ വരയ്ക്കണം. അടുത്ത ഡബല് ചെറുതായിട്ട് ഡിസ്ക് ആയിട്ട് മാറി. എന്നിട്ടോ അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വൈ കൊടുക്കുക. ഇതാണ് ഏതാ 5 ഡി ഓർബിറ്റൽസ്. ക്ലിയർ ആയില്ലേ? ഓക്കെ. Then അടുത്തത് name the quantum number which gives the spatial orientation of an orbital with respect to standard set of coordinate axes. ഏത് ക്വാണ്ടം നമ്പർ ആണ് സ്പേഷ്യൽ ഓറിയന്റേഷൻ? അതായത് എക്സ് വൈ ഇസഡ് ആക്സിസുകളിലേക്ക് ഈ ഓർബിറ്റൽസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ക്വാണ്ടം നമ്പർ ഏതാണ് ചോദിച്ചിരിക്കുന്നത്? ഓറിയന്റേഷൻ ഓഫ് ഓർബിറ്റൽസ്. ഓറിയന്റേഷൻ ഓഫ് ഓർബിറ്റൽസ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ആണ് കേട്ടോ. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ആണ് ഏതാ? ഓറിയന്റേഷൻ ഓഫ് ഓർബിറ്റൽസ്. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ആണ്. ആൻസർ എം ആണ്. ഇനി ഷേപ്പ് ആണ് ചോദിക്കുന്നതെങ്കിലോ, ഷേപ്പ് ഓഫ് ഓർബിറ്റൽ ആണെങ്കിലോ അസിമുത്തൽ ക്വാണ്ടം നമ്പർ ആണ്. ക്ലിയർ? അസിമുത്തൽ ക്വാണ്ടം നമ്പർ ആണ് ഷേപ്പ്. ഇനി സ്പിൻ ചോദിച്ചാൽ സ്പിൻ ക്വാണ്ടം നമ്പർ, അതിൽ കൂടുതലൊന്നും പറയാനൊന്നുമില്ല. ക്ലിയർ? അപ്പൊ സൈസ് ചോദിച്ചാൽ ഏതാ? സൈസ് ഓഫ് ഏതാണ് ആറ്റം ചോദിക്കുകയാണെങ്കിൽ അത് ഏതാ? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. ക്ലിയർ? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ സൈസ് റെപ്രസെന്റ് ചെയ്യുന്നു. ഷേപ്പ് ഓഫ് ഓർബിറ്റൽ ആണെങ്കിൽ അസിമുത്തൽ ക്വാണ്ടം നമ്പർ. ഇനിയോ ഓറിയന്റേഷൻ ഓഫ് ഓർബിറ്റൽസ് എന്ന് വെച്ചാലോ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. മനസ്സിലായത്?